ഹായ് ഗെയ്സ്, നമുക്കിന്ന് ഇതേപോലത്തെ ഒരു ഫോട്ടോയെ നമുക്കിതാ ഇതേപോലെ ഒരു വീഡിയോ ആക്കിയാലോ? ഉണ്ടോ, ഈ ഫോട്ടോ നമ്മൾ വീഡിയോ ആക്കുന്നു. അതേപോലെ തന്നെ ഇതാ ഇവിടെ നോക്കി, നമുക്കൊരു സിംഹത്തിനെ അതിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അതായത് ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഫോട്ടോയുടെ കൂടെ ഒരു സിംഹം. പിന്നെ ഇതാ ഇതേപോലെ കാർട്ടൂൺ രീതിയിൽ നമുക്ക് ഫോട്ടോയെ ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, ഇതേപോലെ കണ്ടോ, സാധാ ഫോട്ടോയെ നമുക്ക് കാർട്ടൂൺ സ്റ്റൈലിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നു, ബാലരമയിലൊക്കെ കണ്ടതുപോലെ. ആ കാർട്ടൂൺ സ്റ്റൈലിൽ ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോയും കൂടെ ആക്കിയാലോ? ഉണ്ടോ? ഇത് ആക്ച്വലി ഒരു നല്ലൊരു ഫോട്ടോയാണ്. അതിനെ നമുക്ക് കാർട്ടൂണിലേക്ക് കൺവെർട്ട് ചെയ്തു. അതോടൊപ്പം എന്താ വീഡിയോയും കൂടെ ആക്കിയിരിക്കുന്നുണ്ടോ? വേറൊരു ഫോട്ടോ ഉണ്ടോ? വേറൊരു ഫോട്ടോ. നമ്മുടെ ബാലരമയിലൊക്കെ കാണുന്ന പോലത്തെ, അല്ലെങ്കിൽ ബോബനും മോളിയിലും ഒക്കെ നമ്മൾ കാണുന്ന സ്റ്റൈലിലുള്ളൊരു ഫോട്ടോ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അതിന് വാട്സപ്പ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. നമുക്കിഷ്ടമുള്ള ആർക്കാണോ അയക്കാൻ പോകുന്നത് അയാളുടെ ഫോട്ടോ എടുക്കണം. അയാളുടെ ഇതിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഗാലറിയിൽ നിന്ന് ഈ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ AI ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേഷനാണ് AI ഇമേജ്. ഈ AI ഇമേജിൽ ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ കാർ driven by a cat, a yellow color cat. ഈ രീതിയിൽ കൊടുക്കാം. നമുക്ക് നോക്കിയ ഒരു കാറ്, നമ്മൾ കാറ് കിട്ടി. ആ കാർ ഓട്ടിക്കുന്നത് ആരാണ്? യെല്ലോ കളറിലുള്ള ഒരു ക്യാറ്റാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരും. ഇത് മാത്രമല്ല, വേണ്ട വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഉണ്ടോ, അടുത്തൊരു കാറ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കൊടുക്കാം. ഉണ്ടോ, അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾ തൊട്ടിപ്പുറത്ത് എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ. ഇതിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുവാണ്. ഈ ഒരു ഫോട്ടോ എടുക്കുവാണ്. ആ ഫോട്ടോ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ ആനിമേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആനിമേറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഫോട്ടോ ജസ്റ്റ് ആനിമേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സെക്കൻഡ് വീഡിയോ ജനറേറ്റ് ചെയ്യും. നോക്കി കണ്ടോ, നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ ആയിരുന്നു കൊടുത്തത്. പക്ഷേ ആ പയ്യൻ അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു ജസ്റ്റ് നടക്കുവാണ്. കണ്ടോ, ഇത് നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് പകരം എന്താണ്, കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടോ, വീഡിയോ സെൻഡ് ആവുന്നു. ഒരു അടിപൊളി ഫീച്ചറാണ് വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നത്. ഇനി ഇത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. AI ഇമേജ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലൊരു ഫോട്ടോ, ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്നു. നമുക്ക് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് റിമൂവ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ടു എന്തായിട്ടാണ് ഗാർഡൻ അല്ലെങ്കിൽ മൗണ്ടൻ എന്തുകൊണ്ടും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഉണ്ടോ, അപ്പോൾ ഈ നിൽക്കുന്നത് എവിടെയാണ്? മൗണ്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഉണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഓപ്ഷൻ. ഇനി ഇതേപോലെ ഇതിൻ്റെ അകത്തൊരു അടുത്തൊരു ലയണിനെയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആഡ് ലയൺ. ജസ്റ്റ് ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഒരു ലയണിനെയും കൂടെ ആഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഉണ്ടോ, ഒട്ടിനടുത്ത് ലയൺ. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലൊക്കെ റിമൂവ് ചെയ്ത് കളയാനൊക്കെയാണ് റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിക്കാം. അല്ല നമുക്ക് അപ്ഡേഷൻ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഡു അടിക്കാം, പുറകിലോട്ട് പോകും. ഞാൻ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഈ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സിംഹമല്ല, ആദ്യം ഒറിജിനൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്, മൗണ്ടൻ ബാക്ക്ഗ്രൗണ്ട് ആക്കി സിംഹത്തോട് നിൽക്കുന്ന ഒരു സംഭവം. നമുക്കിത് ആണ് നമുക്ക് അയക്കേണ്ടത്. പക്ഷേ ഇതുമല്ല നമുക്ക് അയക്കേണ്ടത്. ഇത് നമുക്ക് കുറച്ച് ആനിമേറ്റ് കൂടെ ചെയ്യണം. ജസ്റ്റ് ആനിമേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനിമേറ്റ് വേർഷൻ കൂടെ കിട്ടും. നമുക്ക് അത് തന്നെ നോക്കി സിംഹം
വരുന്നത്. പക്ഷേ ഇവിടുത്തെ ആനിമേഷൻ അത്ര കറക്റ്റ് അല്ല. കാര്യം എന്ന് പറയുമ്പോൾ സിംഹം ദാ ഇരുന്ന് ഇഴഞ്ഞ് വരുന്നത് പോലെ ഒരു തോന്നൽ വരുന്നുണ്ട്. ആ ഒറിജിനൽ നടക്കാതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഈ ആനിമേഷൻ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കും നല്ലത് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത് മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്കിത് സെൻഡ് ചെയ്യാം. ഇനി അതാണെന്നുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യാം. ഓക്കെ. ഇതേപോലെ ഒരു ഫോട്ടോ ഉണ്ട്. നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ എടുത്താൽ മതി ഒരു ഫോട്ടോ. ആ ഫോട്ടോയെ നമുക്ക് ഏത് രീതിയിൽ ഇപ്പം അമേരിക്കയിലെ അമേരിക്കയിൽ ന്യൂയോർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾ നിൽക്കുന്ന രീതിയിൽ കാണിക്കാം. എന്ത് രസകരമായിട്ടുള്ള അനുഭവമാണ് വാട്സപ്പ് നൽകിയിരിക്കുന്നത് നോക്കിയേ. ഇത് കഴിഞ്ഞ് വീണ്ടും എടുക്കുന്നു. ഇത് മാത്രമല്ല ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. ആ ഫീച്ചറാണ് വീണ്ടും ഇമേജ് ഒരു ഫോട്ടോ എടുക്കുന്നു. ഈ ഒരു ഫോട്ടോ എടുക്കുന്നു. ഈ ഒരു ഫോട്ടോ വന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ്, എഡിറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു, ആനിമേറ്റ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനിയൊരു സാധനം ഇവിടെ ഉണ്ടല്ലേ, റീസ്റ്റൈൽ. ആ റീസ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. റീസ്റ്റൈലിൽ 4 ഓപ്ഷൻ ഉണ്ട്. നോക്കി, സ്റ്റൈലുണ്ട്, മോഡുണ്ട്, ലൈറ്റ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ ഈ രണ്ടാമത്തേൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കി, കണ്ട കാർട്ടൂൺ കഥാപാത്രമായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കാർട്ടൂൺ കഥാപാത്രമായിട്ട് മാറി അല്ലേ. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്യുന്നാലോ, കാർട്ടൂൺ സ്റ്റൈലിൽ വന്നു കണ്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഏത് വേണമെങ്കിലും ഇടും കേട്ടോ. സ്റ്റൈലുണ്ട്, മൂഡ്സ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. തൽക്കാലം ഞാനത് പോകുന്നില്ല. ഇതെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ടിക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആനിമേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ആനിമേറ്റ് കൊടുക്കുന്നു. ആനിമേറ്റ് കൊടുക്കാതെ തന്നെ നമുക്ക് ആ ഫോട്ടോയെ നമുക്ക് സെൻഡ് ചെയ്യാം. ഇനിയല്ല, നമുക്ക് അതിലൊരു ആനിമേഷനോട് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. നോക്കി കണ്ടോ, അടിപൊളിയായിട്ട് ഒരു സ്റ്റൈൽ നമുക്ക് കാണുന്നുണ്ടല്ലേ. ഉദാഹരണത്തിന് ഇതിനെ തന്നെ നമുക്ക് എടുത്ത് എന്ത് ചെയ്യാം, യൂട്യൂബിലേക്ക് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതിനെ ഇതേപോലെ എടുത്ത് ഷെയർ ചെയ്യണം. ഈ വീഡിയോ എടുത്ത് എനിക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് ഇതവിടെ യൂട്യൂബ് എടുക്കുന്നു. ഇനി യൂട്യൂബിലോട്ട് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നോക്കി കണ്ടോ, ഞാൻ ഇവിടെ ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. പാട്ട് ആഡ് ചെയ്യാം. ഏതെങ്കിലും പാട്ട് കൊടുത്തു, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അതിൻ്റെ അത് ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് ബോയ്, ചുമ്മാ എന്തെങ്കിലും കൊടുക്കാം. കൊടുത്തതിന് ശേഷം സെലക്ട് ഓഡിയൻസ് വേണമെങ്കിൽ നോ കിഡ്സ് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ഷോട്ട് ഇതിന് ഞാൻ ഇപ്പോൾ ഷോർട്ടാക്കി കൊടുത്തു. നോക്കി, ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നോക്കി ആ വീഡിയോ നോക്കി. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇത്. ഷോർട്സിലൊക്കെ ഇട്ട് ഏതെങ്കിലും ഷോർട്സുകളൊക്കെ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം കിട്ടും. ഇതുമാത്രമല്ല, ഷോർട്സ് നമുക്ക് സബ്സ്ക്രൈബറുടെ എണ്ണം കൂട്ടും. പിന്നെ മനോഹരമായ വീഡിയോസുകൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അയച്ചു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി, നമ്മൾ ജസ്റ്റ് അയച്ചു കൊടുക്കുക എന്നതിന് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുന്നതിനുള്ള ഉപരി യൂട്യൂബിലൂടെയൊക്കെ ഇട്ട് നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.